ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ദേശമംഗലത്ത് 19 വയസ്സുകാരന് നേരെ ആൾക്കൂട്ടമർദ്ദനം. ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രി. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വോട്ടറെ തേടി BLOമാർ വീടുകളിലെത്തും. വീട്ടിൽ ആളില്ലെങ്കിൽ 3 തവണ വരെ എത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. പുലിക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. മൂർക്കാട്ടിൽ ബിജുവിന്റെ പറമ്പിലെ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ദേശമംഗലം വറവട്ടൂരിൽ തെരുവുനായ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. ദേശമംഗലത്ത് 19 വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് നേരെ ആൾക്കൂട്ടമർദ്ദനം. ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ. ദേശമംഗലം സ്വദേശിയായ ജസീമിനാണ് കഴിഞ്ഞ മാസം 30-ാം തീയതി രാത്രിയിൽ മർദ്ദനമേറ്റത്. കേരളോത്സവ പരിപാടികൾ കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു സംഭവം. റോഡിലൂടെ നടന്നു വരികയായിരുന്ന ജസീമിനെ ഒരു സംഘം പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. നിലത്തു വീണ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മുഖത്തും ശരീരത്തിലും മർദ്ദിച്ചു. മർദ്ദനത്തിൽ തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായി പരിക്കേറ്റ ജസീമിനെ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിച്ചെന്ന കാരണത്താലാണ് ചെറുതുരുത്തി പള്ളം സ്വദേശികളായ ഒരു കൂട്ടം യുവാക്കൾ തന്നെ മർദ്ദിച്ചതെന്നാണ് ജസീം നൽകിയ മൊഴി. ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തിയ ശേഷം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണമാണ് തനിക്കെതിരെ നടന്നതെന്നും ജസീം വെളിപ്പെടുത്തി. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് കണ്ടാലറിയാവുന്ന 13 പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. TCV ന്യൂസ്, ചെറുതുരുത്തി. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വോട്ടറെ തേടി BLOമാർ വീടുകളിലെത്തും. വീട്ടിൽ ആളില്ലെങ്കിൽ 3 തവണ വരെ എത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. എല്ലാ വോട്ടർമാരുടെയും ഫോൺ നമ്പർ BLOയുടെ പക്കലുള്ളതിനാൽ എത്തുന്ന സമയം മുൻകൂട്ടി അറിയിക്കും. BLO നൽകുന്ന അപേക്ഷയും എന്യൂമറേഷൻ ഫോറവും പൂരിപ്പിച്ച് ഒപ്പിട്ടു നൽകിയാൽ മതി. ആവശ്യമെങ്കിൽ രേഖകളും നൽകണം. പുതിയ ഫോട്ടോ ചേർക്കാനും സൗകര്യമുണ്ട്. നവംബർ 4 മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാനാകും. പരാതിയുണ്ടെങ്കിൽ BLO, ERO എന്നിവർക്ക് നൽകണം. കളക്ടറാണ് 1ാം അപ്പീൽ അധികാരി. 2ാം അപ്പീൽ അധികാരി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും. വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ഫോറം 6 അപേക്ഷിക്കണം. ജനിച്ചത് 1987 ജൂലൈ 7 മുൻപാണെങ്കിൽ ജനന തീയതിയോ ജനന സ്ഥലമോ തെളിയിക്കുന്ന രേഖകളിൽ ഒന്ന് നൽകണം. 1987 ജൂലൈ 1 2004 ഡിസംബർ 2 ജനിച്ചവർ ജനന തീയതിയോ ജനന സ്ഥലമോ തെളിയിക്കുന്ന രേഖകളും മാതാപിതാക്കളിൽ ഒരാളുടെ രേഖയും നൽകണം. 2004 ഡിസംബർ 2 ശേഷം ജനിച്ചവർ സ്വന്തം രേഖയും മാതാപിതാക്കളുടെ രേഖകളും നൽകണം. കമ്മീഷൻ അംഗീകരിച്ച 12 രേഖകളിൽ ഒരെണ്ണം മതിയാകും. 2 ഇടത്ത് വോട്ടുണ്ടെങ്കിൽ 1 നീക്കണം. ഇതിന് BLOയ്ക്കോ EROയ്ക്കോ അപേക്ഷ നൽകണം. മൊബൈൽ ആപ്പും ഉണ്ടാകും. 1950 എന്ന നമ്പറിൽ ജില്ലാതലത്തിലുള്ള കോൾ സെന്ററിന്റെ സഹായവും തേടാം. ന്യൂസ് ഡെസ്ക്, TCV. പുലിക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. മൂർക്കാട്ടിൽ ബിജുവിന്റെ പറമ്പിലാണ് ആനക്കൂട്ടമെത്തിയത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പുഴ കടന്നെത്തിയ 6ഓളം ആനകളാണ് പറമ്പിലിറങ്ങിയത്. കവുങ്ങുകളും തെങ്ങുകളും കുത്തിമറിച്ചിട്ട നിലയിലാണ്. പാലപ്പള്ളിയിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശനിയാഴ്ച രാത്രിയിൽ പിള്ളത്തോട് ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന ആനകൾ ജനവാസ മേഖലയിലെത്തിയിരുന്നു. കാരികുളം കടവ്, പാലച്ചോട് പ്രദേശങ്ങളിലും ആനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ അജ്ഞാത ജീവിയെ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ ആശങ്കയിൽ. ശനിയാഴ്ച പുലിയെന്ന് തോന്നിക്കുന്ന ജീവിയെ കണ്ടത്. റോഡ് മുറിച്ചു കടന്ന് റബ്ബർ തോട്ടത്തിലൂടെ പോയ ജീവിയുടെ വീഡിയോ സമീപവാസിയായ പാണനാൽ മെൽവിൻ പകർത്തിയിരുന്നു. പുലിയാണെന്ന് സംശയിച്ചതോടെ നാട്ടുകാർ വാർഡ് മെമ്പർ ജിജോ ജോണിനെയും വനപാലകരെയും വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ വനപാലകർ പരിശോധന നടത്തിയെങ്കിലും ജീവിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീഡിയോയിൽ കണ്ടത് പുലിയല്ലെന്നും പൂച്ചപ്പുലിയാണെന്നുമാണ് വനപാലകരുടെ വിശദീകരണം. 2 മാസം മുൻപ് ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ജീവി റോഡ് മുറിച്ചു കടക്കുന്നത് യാത്രക്കാർ കണ്ടിരുന്നു.
ദേശമംഗലം വറവട്ടൂരിൽ തെരുവുനായ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ശനി, ഞായർ ദിവസങ്ങളിലായാണ് തെരുവുനായ ആക്രമണം നടന്നത്. വറവട്ടൂരിലെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുഞ്ചു നായർ, വനജ, കാർത്തികേയൻ, കുട്ടൻ, യൂസഫ്, അലി തുടങ്ങിയവർക്കാണ് കടിയേറ്റത്. വളർത്തുമൃഗങ്ങൾക്കും തെരുവുനായയുടെ കടിയേറ്റു. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യത്തെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള ജീവനക്കാർ എത്തി പ്രതിരോധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോ ടാക്സി റോഡരികിലെ തെങ്ങിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. കുരഞ്ഞൂർ സ്വദേശി വെള്ളറ ജിൻഡോയ്ക്കാണ് പരിക്കേറ്റത്. കാവീട് LP സ്കൂളിന് മുന്നിലായിരുന്നു അപകടം. എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ തട്ടി നിയന്ത്രണം വിട്ടാണ് ഓട്ടോ ടാക്സി തെങ്ങിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ ടാക്സിയുടെ മുൻവശം തകർന്നു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ജിൻഡോയെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. കാലിന് പരിക്കേറ്റ ഇയാളെ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പാമ്പിനെ കണ്ടത് പരിഭ്രാന്തി പരത്തി. തെക്കേ നടയിലെ കൂവളത്തിന് സമീപം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പാമ്പിനെ കണ്ടെത്തിയത്. ദർശനത്തിനും പ്രസാദം വാങ്ങാനുമായി ഭക്തർ വരി നിൽക്കുന്നതിന് സമീപമാണ് പാമ്പ് ഇഴഞ്ഞുപോയത്. ഏകദശി വിളക്ക് നടക്കുന്നതിനാലും അവധി ദിവസമായതിനാലും ഭക്തരുടെ വലിയ തിരക്കുണ്ടായിരുന്നു. ദേവസ്വം അധികൃതർ വിവരം അറിയിച്ചതനുസരിച്ച് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടി. വിഷമില്ലാത്ത വെള്ളിവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പാണിതെന്ന് പ്രബീഷ് പറഞ്ഞു. തിടപ്പള്ളിയിലേക്ക് കൊണ്ടുവന്ന ചകിരിയോടൊപ്പമാണ് പാമ്പ് എത്തിയതെന്ന് കരുതുന്നു. പാമ്പിനെ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് കർമ്മ പദ്ധതി തയ്യാറാക്കുന്ന ജില്ലയിലെ പ്രഥമ പഞ്ചായത്തായി മുരിയാട് മാറി. കിലയുടെ സഹകരണത്തോടെയായിരുന്നു ഗവേഷണം. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെ മുരിയാടിന്റെ ജനജീവിതത്തെ ബാധിച്ചു എന്നത് പഠന വിഷയമാക്കി. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങൾ ലഘൂകരിക്കാനുള്ള നിർദ്ദേശങ്ങളും തയ്യാറാക്കി. ആക്ഷൻ പ്ലാനിന്റെ പ്രകാശനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് രതി ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സരിത സുരേഷ്, KU വിജയൻ, പഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ക്ലൈമറ്റ് പാർലമെന്റ് സംഘടിപ്പിച്ചു. വളരെ നല്ല നിലയിലുള്ള ഒരു ദിവസം കൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതല്ല. ലാലൂരിലെ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് നാളെ നാടിന് സമർപ്പിക്കും. സ്പോർട്സ് കോംപ്ലക്സിന്റെ 1ാം ഘട്ടം നാളെ വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങിൽ കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ഒരു കാലത്ത് തൃശൂരിന്റെ മാലിന്യ സംഭരണ കേന്ദ്രമായിരുന്ന ലാലൂരിൽ 13 ഏക്കറിലാണ് സ്പോർട്സ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാകുന്നത്. 1ാം ഘട്ടത്തിന് 50 കോടി രൂപയാണ് ചെലവിട്ടത്. ഫുട്ബോൾ മൈതാനം, പരിശീലന നീന്തൽക്കുളം, ബാഡ്മിന്റൺ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ, പവലിയൻ എന്നിവയാണ് നിലവിൽ പൂർത്തിയായിരിക്കുന്നത്. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ തെക്കേ ഗോപുര നടയിൽ നിന്ന് ലാലൂർ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിലേക്ക് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മേയർ MK വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫുട്ബോൾ താരം IM വിജയൻ, കൗൺസിലർമാരായ അനൂപ് ഡേവിസ് കാട, രാഹുൽ നാഥ്, ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ്, സ്പോർട്സ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സുകൃത ഹോമം തുടങ്ങി. വഴിപാട് ചീട്ടാക്കിയവർക്ക് സമാപന ദിവസം പ്രസാദം നൽകും. ആദ്യമായാണ് ഭക്തർക്ക് സുകൃത ഹോമം വഴിപാടാക്കാനുള്ള സൗകര്യമൊരുക്കിയത്. പ്രത്യേകം കൗണ്ടറിലൂടെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് സുകൃത ഹോമത്തിന്റെ പ്രസാദം നൽകുക. സുകൃത ഹോമം 8-ന് സമാപിക്കും. ചാവക്കാട് മണത്തല ദേശീയപാതയിൽ മേൽപ്പാലത്തിന് മുകളിലെ പാർശ്വഭിത്തി വീണ സംഭവത്തിൽ NH അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. NCP പ്രതിനിധി MK ഷംസുദ്ദീനാണ് ആവശ്യം ഉന്നയിച്ചത്. ടൗണിൽ ഗതാഗത ക്രമീകരണത്തിനായി ഹോംഗാർഡിനെ നിയമിക്കുക, പോലീസ് സ്റ്റേഷനിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിലുയർന്നു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് വടക്കേത്തറവിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. CPM പുതുക്കാട് റെയിൽവേ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ കാഗ്ലി വീട്ടിൽ 25 വയസ്സുള്ള അരുൺദാസ് ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ വീടിന് സമീപത്തെ റെയിൽപാതയിലാണ് മൃതദേഹം കണ്ടത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പുല്ലഴി ചെറിയ പാലത്തിന് സമീപം ഇക്കോ ടൂറിസം പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ K. രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കരോളിൻ ജെറീഷ്, ശ്യാമള മുരളീധരൻ, കൗൺസിലർ ലാലി ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. അടിസ്ഥാന സൗകര്യ വികസനവും പെഡൽ ബോട്ട്, കയാക്കിംഗ്, കൊട്ടവഞ്ചി ഉൾപ്പെടെ 50 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പുഴയ്ക്കൽ ഏനമാവ് KLDC കനാൽ ഉപയോഗപ്പെടുത്തിയാണ് പ്രവർത്തനം. ലാലി ജെയിംസ്, നമ്മുടെ ഡിവിഷന്റെ കൗൺസിലർ ശ്രീ ഹൗസ്
എൻ്റെ ഡയറക്ടർ ഷാജി, സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇതല്ലായിരുന്നു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ സമ്മേളനവും സെമിനാറും തൃശൂരിൽ നടന്നു. സംസ്ഥാന ചെയർമാൻ KG വിജയകുമാർ നായർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സക്കറിയ പള്ളിക്കണ്ടി അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ അമ്പലപ്പുഴ ശ്രീകുമാർ, സക്കറിയ സെന്റ് സേവ്യർ, ഗഫൂർ T മുഹമ്മദ് ഹാജി, ജോർജ് J ചിറമേൽ തുടങ്ങിയവർ സംസാരിച്ചു. സഹോദരിമാരുടെ പുസ്തക പ്രകാശനം ഒരുമിച്ച് നടന്നു. തളിക്കുളം കോങ്ങാട്ടിൽ തറവാട്ടിലെ സഹോദരിമാരായ പത്മിനി ശശിധരന്റെയും സഹോദരി ലതിക ഹരിഹരന്റെയും പുസ്തക പ്രകാശനമാണ് ഒന്നിച്ച് നടന്നത്. കണ്ണൂരിലെ പായൽ ബുക്സാണ് പ്രസാദനം നിർവഹിച്ചത്. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകൻ അജയ് ഗോപാൽ, സാഹിത്യ അക്കാദമി അംഗം വിജയരാജ മല്ലിക എന്നിവർ ചേർന്ന് പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. അമ്മിണി രാമദാസ്, ലക്ഷ്മി N നായർ എന്നിവർ പുസ്തകം സ്വീകരിച്ചു. മുൻ MP TN പ്രതാപൻ, സജിന ഷാജഹാൻ, ചന്ദ്രിക മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടൂർ പഞ്ചായത്തിൽ ജനവിരുദ്ധ ഭരണം ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷെറിൻ തേർമഠം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ, അഷ്റഫ്, മോളി പിയൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപനങ്ങളുടെയും ഒക്കെ പേര് പോലും അവർക്ക് നിസ്സാരമായ ഒരു വർധനവ് നൽകാൻ ഇല്ലാത്ത സർക്കാർ PM ശ്രീ പദ്ധതി സാമ്പത്തികമായി ഇല്ലായ്മകളുടെ പരാധീനതകൾ ഈ 4.5 വർഷക്കാലത്തോളം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband and innovative smart solutions on November 6, 7, 8, 2025 at Rajiv Gandhi Inter Stadium, Kadavandara, Kochi, Kerala. Product presentations, technical classes, broadcast meet and many more exciting sessions. Mega Cable Fest. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കേരള വാസ്തുവിദ്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. വാസ്തുവിദ്യ അക്കാദമി ചെയർമാൻ ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KS ബിജു, കോഴ്സ് കോർഡിനേറ്റർ AB ശിവൻ, VM ആനന്ദൻ, PK വിജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒന്ന് യോനിയുടെ പിന്നെ കേന്ദ്രീകരിക്കുന്നതും ഗ്രഹങ്ങളുടെ മുഖവും റോഡിൽ നിന്ന് റോഡ് നോക്കിയിട്ട് അപ്പുറത്ത് നോക്കിയിട്ട് കിഴക്കാണെന്നത് പടിഞ്ഞാറാണെന്നുകൊണ്ട് മറ്റതായി കിഴക്കിനെയും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇടിയഞ്ചേരിയുടെ സൗന്ദര്യവൽക്കരണം തുടരുന്നു. കനാൽ ബണ്ട് റോഡ് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ അധ്യക്ഷത വഹിച്ചു. KA സതീഷ്, EV പ്രബീഷ്, ലീന ശ്രീകുമാർ, നിഷ സുരേഷ്, ശില്പ ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. AITC-യുടെ നേതൃത്വത്തിലുള്ള പ്രൈവറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. CPI ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്ന സമ്മേളനം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, AITUC ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ്, മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി KC ജയപാലൻ, പ്രസിഡന്റ് PK നാസർ, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ തിരുവെങ്കടം പ്രദേശ് ക്ലബിന്റെ സ്നേഹമിത്ര പദ്ധതിക്ക് തുടക്കമായി. 5 പേർക്ക് പെൻഷനും 1 മാസത്തേക്കുള്ള പലവ്യഞ്ജന കിറ്റും നൽകുന്നതാണ് പദ്ധതി. മോട്ടിവേറ്റർ ആശാ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ബാലൻ വാറനാട്ട് അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത C സുമേഷ്, മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന PTA പുരസ്കാരം നേടിയ ജയശ്രീ രവികുമാർ എന്നിവരെയും മേഖലയിലെ 5 കൗൺസിലർമാരെയും ആദരിച്ചു. രവികുമാർ കാഞ്ഞുള്ളി, ശശി വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ പോലും ജനിച്ച് ഇവിടെ തന്നെ വളർന്ന്, അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്നേഹം ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നത്.
കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയത്തിൽ വിമുക്തി ലഹരി വിരുദ്ധ ക്ലബിന്റെ സഹകരണത്തോടെ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 14 വിദ്യാലയങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തു. സമാപന ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MS പത്മരാജൻ, വിമുക്തി കോർഡിനേറ്റർ KS ശബരിനാഥ്, അമൃത സ്കൂൾ പ്രിൻസിപ്പൽ ഗുരു പ്രിയാമൃത പ്രാണ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലോമല ഗായത്രി പുഴയിലെ എഴുന്നള്ളത്ത് കടവിൽ മത്സ്യവിത്ത് നിക്ഷേപ പദ്ധതി ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപ S നായർ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലോമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ അധ്യക്ഷയായിരുന്നു. തൃശൂർ ലൂർദ് പള്ളി തിരുനാളിനോടനുബന്ധിച്ച് വിളംബര ബൈക്ക് റാലി സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപത ഫിനാൻഷ്യൽ ഓഫീസർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ഏകോപന സമിതി സെക്രട്ടറി മാത്യു ഹാമിക് ഫ്ളാഗ് കൈമാറി വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ ജോർജ് കവലേക്കാട്ട്, കൈക്കാരന്മാരായ KA റാഫി, PL സെബി, റോഷൻ ഡേവിസ്, ഹാപ്പി മത്തായി, ജോസ് ചിറ്റാട്ടുകര, CK ജോയി തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി വെറ്റിനറി പോളിക്ലിനിക്കിൽ പുതിയതായി നിർമ്മിച്ച കമാനത്തിന്റെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ജനപ്രതിനിധികളായ MK ശ്രീജ, പുഷ്പ രാധാകൃഷ്ണൻ, MA നസീബ, PR അരവിന്ദാക്ഷൻ, CV മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് മോട്ടോർ സൈക്കിളും ഐസ് ബോക്സും വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗങ്ങളായ PA ഷാജഹാൻ, UY ഷമീർ, PA ഇസഹാഖ്, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളപ്പിറവിയോടനുബന്ധിച്ച് തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ എൻ്റെ കേരളം എൻ്റെ മലയാളം എന്ന പേരിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം രാകേഷ് ഉഷാർ മുഖ്യാതിഥിയായി. മാധ്യമപ്രവർത്തകരായ K രാജഗോപാൽ, മോഹൻദാസ് പാറപ്പുറത്ത്, പ്രഭാഷകനായ P വിനോദ്, രാജകുമാരി വിനോദ്, അപർണ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മുക്കാട്ടുകരയിൽ LDF പ്രവർത്തകർ പായസം വിതരണം ചെയ്തു. കൗൺസിലർ സുബി സുകുമാർ, ഡിവിഷൻ സെക്രട്ടറി PU കുഞ്ഞമ്പു നായർ, അജീഷ് തോമസ്, TR വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ മുതൽ ആരംഭിക്കുന്ന തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. പുഴയ്ക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. പേരാമംഗലം SHO KC രതീഷ്, ബ്ലോക്ക് മെമ്പർ ആനി ജോസ്, വാർഡ് മെമ്പർ ഷീന വിൽസൺ, ഉപജില്ലാ ഓഫീസർ PJ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. 46ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ തുടക്കമായി. വലപ്പാട് SHO അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കരാട്ടെ അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് CP സിജി അധ്യക്ഷത വഹിച്ചു. ആര്യ സുരേന്ദ്രൻ, KR സാംബശിവൻ, അഖിൽ അനിരുദ്ധൻ, CG അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാര്യങ്ങളായാലും സ്റ്റേഡിയത്തിന്റെ കാര്യം, നമ്മുടെ പെൺകരുത്ത്, നമ്മുടെ തിരക്കുകൾ സമയത്തിന് ലോക സ്ട്രോക്ക് ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ന്യൂറോളജിക്കൽ സൊസൈറ്റിയുടെയും സ്ട്രോക്ക് ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ IMA തൃശൂരുമായി ചേർന്ന് നടത്തിയ വാക്കത്തോൺ റിട്ടയർഡ് ACP സുരേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റിന്റെ നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ B രഘുനാഥും സ്ട്രോക്ക് ഫെഡറേഷൻ പേട്ടർമാരായ ഡോക്ടർ ഗിൽവാസും ഡോക്ടർ PT ഹരിദാസും ന്യൂറോളജി സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫിജു ചാക്കോയും സംബന്ധിച്ചു. തൃശൂർ ജില്ലാ ആശുപത്രി മെഡിസിൻ മേധാവി ഡോക്ടർ റീജ ഭാസ്കർ, തൃശൂർ IMA പ്രസിഡന്റ് ഡോക്ടർ ബേബി തോമസ്, സെക്രട്ടറി ഡോക്ടർ ഷർമിള എന്നിവർ സംസാരിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ബോധവൽക്കരണ സ്കിറ്റും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു.
ഇതൊക്കെയാണ്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ കലാനിരൂപകനും എഴുത്തുകാരനുമായിരുന്ന വിജയകുമാർ മേനോന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് മറ്റത്തൂർ ഫോട്ടോമ്യൂസ് മ്യൂസിയത്തിന്റെ നേതൃത്വത്തിൽ ഡോക്യുമെന്ററി ഫോട്ടോ പ്രദർശനം തുടങ്ങി. കോടാലിയിലുള്ള വിജയകുമാർ മേനോൻ മെമ്മോറിയൽ ഓപ്പൺ ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം. അമേരിക്കൻ ഫോട്ടോഗ്രാഫറായ ഹഡ്ബർട്ട് ആഷർമാൻ ജൂനിയർ, തൃശൂർ സ്വദേശികളായ പൗർണമി മുകേഷ്, നിമൽ മോഹൻ എന്നിവർ പകർത്തിയ കോടാലി എന്ന പ്രദേശത്തിന്റെയും ആളുകളുടെയും ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം ഈ മാസം 30-ന് സമാപിക്കും. LDF നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ജനസദസ്സ് സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം VU ഗിരിജ അധ്യക്ഷത വഹിച്ചു. CPI വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി ഷൈജു കാട്ടുങ്ങൽ, കേരള കോൺഗ്രസ് ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം വിനു കൂട്ടുങ്ങൽ, മഞ്ജു ജയൻ എന്നിവർ സംസാരിച്ചു. കലാകാരന്മാരുടെ കൂട്ടായ്മയായ എക്സോട്ടിക് ഡ്രീംസ് കൊടുങ്ങല്ലൂരിൽ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കലാകാരന്മാർ മൺമറഞ്ഞുപോയ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങൾ വരച്ചു. നിർമ്മിത ബുദ്ധിയെ കലാകാരന്മാർ എങ്ങനെ ഉപയോഗിക്കണം എന്ന വിഷയത്തിൽ ഷിജു സദൻ, രതീഷ് രവി എന്നിവർ കലാകാരന്മാരുമായി സംവദിച്ചു. നസീർ ബാബു, ഗഫൂർ, ഡാവിഞ്ചി സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അടാട്ട് ഗ്രാമീണ വായനശാലയും TR നായർ സ്മാരക ട്രസ്റ്റും ചേർന്ന് സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ TR നായർ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ വിജയരാജ മല്ലികയ്ക്ക്. TR നായരുടെ അനുസ്മരണ ദിനമായ ഈ മാസം 9-ന് അടാട്ട് ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. യറവ് സെന്റ് തെരേസാസ് കപ്പൽപ്പള്ളിയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കുടുംബ നവീകരണ കപ്പൂച്ചിൻ മിഷൻ ധ്യാനം തുടങ്ങി. 12 വൈദികർ ഇടവകയിൽ ഒന്നിച്ച് രാപ്പകൽ പ്രാർത്ഥിക്കുന്ന ധ്യാനത്തിലെ ആദ്യത്തെ ദിവ്യബലിക്ക് ഫാദർ സൈമൺ ചെറുവത്തൂർ കാർമ്മികത്വം വഹിച്ചു. BA MS കോഴ്സ് വിജയിച്ച എരുമപ്പെട്ടി സ്വദേശിനി നവ്യ വിജയലക്ഷ്മിയെ CPM എരുമപ്പെട്ടി 19-ാം വാർഡ് കമ്മിറ്റി അനുമോദിച്ചു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് മൊമെന്റോ സമ്മാനിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം കുഞ്ഞുമൻ കരിയന്നൂർ അധ്യക്ഷനായി. TR ഉദയൻ, KK യോഗേഷ്, സൗമ്യ യോഗേഷ്, ഷീബ രാജേഷ്, KP അഖിൽ, ഉഷ മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് 17-ാം വാർഡിലെ നെല്ലുവായി അമ്പലം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് S വസന്തലാൽ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, വാർഡ് മെമ്പർ MC ഐജു, മെമ്പർമാരായ NK അജയൻ, സ്വപ്ന പ്രദീപ്, സുധീഷ് പറമ്പിൽ, KB ബബിത തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളം കിട്ടുമോ കിട്ടില്ല എന്ന നെല്ലുവായക്കാരുടെ ഒത്തൊരുമയുടെ ഭാഗം. പെരിഞ്ചേരി ALP സ്കൂൾ അധ്യാപികയായ ശ്രീദേവി വിജയകുമാർ രചിച്ച അമ്മയുടെയും മകന്റെയും തീവ്രമായ ബന്ധത്തിന്റെ കഥ പറയുന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ഗ്രന്ഥകർത്താവിന്റെ മാതാവ് MG സരോജിനി പുസ്തക പ്രകാശനം നിർവഹിച്ചു. സംഗീത സംവിധായകൻ കലേഷ് പനമ്പയിൽ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. എഴുത്തുകാരി മിനി രാജേഷ് പുസ്തക പരിചയം നടത്തി. പെരിഞ്ചേരി ALP സ്കൂൾ പ്രധാനാധ്യാപകൻ MK പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, CR പ്രകാശ്, കൃപാ പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിൽ കുടുംബ സംഗമം നടന്നു. ഇരിങ്ങാലക്കുട BJP ഓഫീസിൽ നടന്ന സംഗമം സമിതി സംസ്ഥാന പ്രസിഡന്റ് N അജിത്ത് കർത്ത ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. V വേണുഗോപാൽ, KP ഉണ്ണികൃഷ്ണൻ, P ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തീരുമാനിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സംവിധാനത്തിലല്ല നമ്മുടെ ചടങ്ങ്. കൊല്ലൂർ ഫൊറോന സമുദായ ജാഗ്രതാ സദസ്സ് മരത്താക്കര മേരി ഇമ്മാക്കുലേറ്റ് ദേവാലയത്തിൽ നടന്നു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. കാത്തലിക് ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് ട്രഷറർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം വിഷയാവതരണം നടത്തി. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംബ്ലാക്കൽ, ഫൊറോന പ്രൊമോട്ടർ ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി, കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട്, വികാരി ഫാദർ ജോബ് വടക്കൻ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി ഫൊറോന കൺവീനർ ബാബു ചിറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ CK ഫ്രാൻസിസിനെ ആദരിച്ചു. പുഴയ്ക്കൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ആദരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CV കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ചളിങ്ങാട് ശാഖ കുടുംബ സംഗമം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു.
ശാഖാ പ്രസിഡന്റ് PA ബഷീർ അധ്യക്ഷനായി. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തഖ്ലിയ, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, UY ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും മുൻകാല പ്രവർത്തകരെയും ആദരിച്ചു. ഇവിടെ ഇനി മത്സരിക്കാൻ പോകുന്ന മണ്ഡലം പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് കടന്നു വരുന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ദേശമംഗലത്ത് 19 വയസ്സുകാരന് നേരെ ആൾക്കൂട്ടമർദ്ദനം. ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വോട്ടറെ തേടി BLO വീടുകളിലെത്തും. വീട്ടിൽ ആളില്ലെങ്കിൽ 3 തവണയെങ്കിലും എത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. പുലിക്കണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. മൂർക്കാട്ടിൽ ബിജുവിന്റെ പറമ്പിലെ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ദേശമംഗലം വറവട്ടൂരിൽ തെരുവുനായ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.